ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ബ്രൈഡ് ഗോപിക. ഗോപികയുടെ വെഡ്ഡിംഗ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുങ്ങല്ലൂരാണ് ഇന്ന് വന്നിട്ടുള്ളത്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സാരി ഡ്രാപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോപികയ്ക്ക് നമ്മൾ ഓൾറെഡി ഒരു ട്രയൽ ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആള് ഇതുവരെ മേക്കപ്പ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സോ മേക്കപ്പ് നമ്മൾ ആളുടെ കറക്റ്റ് കോംപ്ലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും അതുപോലെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ബേസ് ഒന്നും വരാതെ ഭയങ്കര നാച്ചുറലായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെഡ്ഡിങ് ഡേയുടെ അന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നീറ്റായിട്ട് ആൾക്ക് വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റി. നമ്മൾ ഐ മേക്കപ്പ് ആണെങ്കിലും 2 ഡിഫറെൻറ്റ് ലുക്കിലാണ് ട്രയൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ വെഡ്ഡിങ് ഡേയിലേക്ക് ചെയ്തത്. ബിക്കോസ് അന്ന് സാരി ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് സാരിയും കൂടെ വന്നപ്പോൾ ആ ഒരു ഷിമ്മറിൻ്റെ ഷെയ്ഡ്സൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ എൻഹാൻസിങ് ആയിട്ടുള്ള രീതിയിൽ ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുള്ള് ഗോപിക ഉറക്കമായിരുന്നു. ട്രയൽ എടുത്തത് എന്തുകൊണ്ടും വളരെ നന്നായെന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം എനിക്ക് ആളെ എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. ഐ ഒന്ന് ഓപ്പൺ ആക്കേണ്ട ടൈമിൽ മാത്രമാണ് ഞാൻ ആളോട് കണ്ണ് തുറക്കുമോ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി സമയം മൊത്തം ഉറക്കമായിരുന്നു വേണമെങ്കിൽ പറയാം. സോ ട്രയലുള്ളത് കൊണ്ടിട്ട് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നതെന്നുള്ളത്. ഞാനതങ്ങനെ നീറ്റായിട്ട് ചെയ്ത് കൊടുത്തു. ആളുടെ ഫീച്ചേഴ്സ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ കോണ്ടോറിങ് നോസിൻ്റെ ആ ഏരിയയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചീക്കും ചിന്നൊക്കെ ഞാൻ ഹൈലൈറ്റിങ് ചെയ്തു, ബ്ലഷൊക്കെ ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിലൊന്ന് എൻഹാൻസിങ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് ഓവർ ആകാത്ത രീതിയിൽ ഭയങ്കര നാച്ചുറലായിട്ട് തന്നെയാണ് അതെല്ലാം ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ട്രയലിന് കൊടുത്തപ്പോൾ കുറച്ചും കൂടി ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് മതി എന്നാണ് പറഞ്ഞത്. ദെൻ അത് കുറച്ചും കൂടെ ബ്രൈറ്റാക്കിയാൽ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മളൊരു കുറച്ചും കൂടി ബ്രൈറ്റ് ഷെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൾക്കത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ആ ലിപ് ഷെയ്ഡും കൂടെ ഫൈനലൈസ് ചെയ്തിട്ട് മേക്കപ്പ് ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സിങ് സ്പ്രേ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഹെയറിൻ്റെ പ്രിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ക്രിമ്പിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ഹെയർ ആണ്. അത് നല്ല രീതിയിലൊന്ന് ക്രിമ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആൾക്ക് ഹെയർ ലൂസ് ഹെയർ ആയിട്ട് ഇങ്ങനെ എൻഡ് പോർഷൻ മാത്രം കേൾ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ലൂസ് ഹെയർ മതി എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ആ ഒരു ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കേൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ആളുടെ ഓൺ ഹെയറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മുല്ലപ്പൂ ഭയങ്കര ലൂസായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നതാ ഇതുപോലെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിക്കായിട്ട് കെട്ടി വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എന്തോ കൊടുത്തു വിട്ട പൂവാണ്. അപ്പോൾ പൂ അവർ വിടർത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെക്കാവുന്ന ടൈമിലാണ് നോക്കിയത്. അപ്പോൾ ഭയങ്കര ഗ്യാപ്പായിരുന്നു. അപ്പോൾ വേറെ പൂവില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒട്ടും നീറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് അവർ വേറെ പൂ അറേഞ്ച് ചെയ്തു. അങ്ങനെ കൊണ്ടുവന്ന് പൂവാണ് കേട്ടോ ഇത്. നല്ല തിക്കായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇതിൽ ത്രെഡ് യൂഷ്വലി എല്ലാവരും കൂടുതലും വൈറ്റ് വെച്ചിട്ടാണ് പൂ കെട്ടുന്നത്. ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ കെട്ടുമ്പോൾ ഫ്ലവർ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. ഫ്ലവർ ഞാൻ ഒരേ ലെങ്ത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ ഞാൻ ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഫ്ലവർ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ എൻഡ് പോർഷൻ മാത്രം, ആ ഫ്ലവറിൻ്റെ എൻഡ് പോർഷൻ മാത്രം ഒന്ന് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ നേരത്ത് ആ ഫ്ലവർ ഒന്ന് നല്ല വിടർന്ന് കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി കിടക്കാതെ ഒരു സിംഗിൾ പീസായിട്ട് കിടക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുതലായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആ ലെങ്ത്ത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ ഫ്ലവറൊന്നും അങ്ങനെ കട്ട് ചെയ്ത് പോകേണ്ടി വന്നില്ല. സാധാരണ ആരും ഇതുപോലെ ഹെയർ സ്റ്റൈൽ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല വെഡ്ഡിങ്ങിന് ലൂസ് ഹെയർ പോകണമെന്നുള്ളത്. എൻ്റെ വളരെ കുറച്ച് ബ്രൈഡ്സ് മാത്രമാണ് ഇങ്ങനെ വെഡ്ഡിങ് ഡേക്ക് ലൂസ് ഹെയർ പോയിട്ട് ഇതുപോലെയൊക്കെ ഫ്ലവർ വെച്ച് ചെയ്ത് തരണമെന്ന് പറയാറ്. ഇങ്ങനെ ചെയ്ത ബ്രൈഡ്സൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്കതൊക്കെ കൂടുതൽ നോർമൽ നമ്മൾ ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ഈ ഒരു ലുക്കൊക്കെയാണ് ഇഷ്ടം. എന്തോ എപ്പോഴും കാണുന്നതിലും വ്യത്യസ്തമായിട്ടാണല്ലോ അതുള്ളത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഗോപികയ്ക്ക് ഇത് ഭയങ്കര സ്യൂട്ടായിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു ബോഡിക്കാണെങ്കിലും മുടി ഒതുങ്ങി പോവാതെ വിടർത്തിയിട്ടപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേക്കപ്പും ഹെയറും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സാരിയിലേക്ക് കടന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ഹിപ്പ് ചെയിനാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്.
ഹിപ്പ് ചെയിൻ നമ്മൾ ഹിപ്പിൽ വരുമ്പോൾ തന്നെ ആ ഒരു ഭാഗം ടൈറ്റ് ആയാൽ ബാക്കി എവിടെയൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യണം പിൻ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് ആളുടെ സാരിയൊക്കെ പിൻ ചെയ്തും അതുപോലെ എല്ലാ ഏരിയാസും നമ്മൾ ടൈറ്റ് ചെയ്തൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. ആൾ ഓൾറെഡി സ്കിന്നി ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് ഉടുപ്പിക്കാൻ പറ്റി. ഒരുപാട് പണിയൊന്നും എടുക്കേണ്ടി വന്നില്ലായിരുന്നു. അപ്പോൾ ആളുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണുള്ളത് കേട്ടോ. ഫ്ലവറൊക്കെ വന്ന് ആളുടെ ആ ഒരു ലെങ്ത്ത്, ആ ഹെയറിൻ്റെ ലെങ്ത്തൊക്കെ അത്ര തന്നെ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മളത് അറ്റാച്ച് ചെയ്ത ഹെയർ ആണെന്ന് കൂടി തോന്നുന്നുണ്ടായിരുന്നില്ല. ഓൺ ഹെയറും അത്രയും ലെങ്ത്തിൽ വരുന്നതുകൊണ്ട്. അപ്പോൾ ഗോപികയുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഗോപികയ്ക്കും ഗോപികയുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ്. എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ എൻ്റെ കോൺടാക്റ്റ് നമ്പറോ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.